ഉത്തർപ്രദേശിൽ NDA 35, ഇന്ത്യ ഓർക്കുക ഒരൊറ്റ സീറ്റിലാണ് കോൺഗ്രസ് കഴിഞ്ഞ. വേറൊരു സംസ്ഥാനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 10ഇടത്ത് BJP മുന്നിൽ, രാജസ്ഥാനിൽ 5ഇടത്താണ് ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. 5ഇടത്ത് രാജസ്ഥാനിൽ 5ഇടത്ത് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഇന്ത്യ മുന്നണി 100 കടന്നു. പ്രതിപക്ഷം 3 അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇത് പ്രതീക്ഷിച്ചതുപോലെ ഏകപക്ഷീയമല്ല. 100 കടന്നിരിക്കുന്നു ഇന്ത്യ മുന്നണി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും UP-യിലും നിലം തൊടാതെ പോയ കോൺഗ്രസ് സഖ്യം ഇത്തവണ തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ മത്സരത്തിന്റെ, വലിയ പോരാട്ടത്തിന്റെ സൂചനകൾ ഇതാ ആദ്യ മണിക്കൂറുകളിൽ. രാജസ്ഥാനിൽ 10-5, 10ഇടത്ത് BJP, 5ഇടത്ത് കോൺഗ്രസ്. രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നത്തെ പ്രാവശ്യവും കോൺഗ്രസ് വട്ടപൂജ്യമായിരുന്നു. ഇപ്പോൾ 5ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, എക്സിറ്റ് പോൾ ശരിവെക്കുന്നതിനപ്പുറം എക്സിറ്റ് പോളുകളെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും റിസൾട്ട്. അധീർ രഞ്ജൻ ചൗധരിയും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗേലും മുന്നിട്ട് നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ വളരെ കൗതുകകരമായ മറ്റ് എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളെ അപ്രസക്തമാക്കുന്ന വിധത്തിലുള്ള ചില ഫലങ്ങൾ കടന്നു വരുന്നു. അപ്പോഴും ഇന്ത്യ മുന്നണി തന്നെ UDF പിടിക്കുന്നു. ആറ്റിങ്ങലിൽ UDF 108 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സംഖ്യ മാറും. അടൂർ പ്രകാശ് അവിടെ ലീഡ് പിടിക്കുന്നു. വീണ്ടും 224 മണ്ഡലങ്ങളിൽ NDA, ഇന്ത്യ മുന്നണി 115. രാജീവ് ചന്ദ്രശേഖർ ലീഡ് വീണ്ടും 93. രാജീവ് ചന്ദ്രശേഖറിന്റെ തിരുവനന്തപുരത്തെ ലീഡ് 93.